ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരാസൈറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രം ഡീകമ്പോസ്ഡ് റിമൈൻസ്. നമുക്കറിയാം മരങ്ങളും അതുപോലെ തന്നെ അനിമൽസൊക്കെ മണ്ണിൽ ചത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും വേറെ കുറേ ചെടികൾ മുളച്ച് വരുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അല്ലെങ്കിൽ ബ്രെഡൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഫംഗസ് ഉണ്ടാവും, പൂപ്പലുണ്ടാവും അല്ലേ. അങ്ങനെ ഡീകമ്പോസ്ഡ് റിമൈൻസിലുണ്ടാകുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ചത്ത വസ്തുക്കളിലുണ്ടാകുന്ന അതല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ലുക്ക് അറ്റ് ദ പ്ലാൻ ഇൻ ദിസ് പിക്ചർ. ചിത്രത്തിൽ രണ്ട് നിയോറ്റിയ മോണോട്രോഫ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകൾ കാണുന്നുണ്ട് അല്ലേ. ഇത് രണ്ടും എവിടെ നിന്ന് വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ഏതെങ്കിലും മുറിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ മുകളിൽ ഒക്കെ ആയിട്ട് ഇത് മുളച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് പ്ലാന്റ്സ് ഗ്രോൺ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. ഈ ഇങ്ങനെയുള്ള നിയോറ്റിയ മോണോട്രോഫ എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റ്സുകൾ ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെ, അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ എവിടെ നിന്നാണ് വലിച്ചെടുക്കുക? ഇങ്ങനെ ഡിക്കമ്പോസ്ഡ് മാറ്ററിൽ നിന്നാണ് അത് വലിച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ചത്ത സാധനങ്ങളിൽ നിന്നും, ബ്രെഡിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ മുറിഞ്ഞു കിടക്കുന്ന പ്ലാന്റ്സിൽ നിന്നൊക്കെ തന്നെ വലിച്ചെടുക്കുക. സച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് സാപ്രോഫൈറ്റ്സ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ, അതായത് ഇപ്പോൾ നിയോറ്റിയ മോണോട്രോഫ, ഫംഗസ്, ബ്രെഡ് മോൾഡ്, ബ്രെഡും ഉണ്ടാകുന്ന പൂപ്പല്, ഇതൊക്കെ എവിടെ നിന്ന് വലിച്ചെടുക്കുന്നതാണ് പറഞ്ഞത് നമ്മൾ? ഈ മരങ്ങളിൽ നിന്ന് ആണ് വലിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക? സാപ്രോഫൈറ്റ്സ്. ഓക്കെ, സാപ്രോഫൈറ്റ്സ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കണം. എന്താണ് സാപ്രോഫൈറ്റ്സ്? ദാറ്റ് ഈസ് ദ പ്ലാന്റ്സ് ഗ്രോ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. അത് നോട്ടിൽ എഴുതണം കേട്ടോ. ദാറ്റ് ആർ ദ പ്ലാന്റ്സ് ഗ്രോ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. ഡീകമ്പോസ്ഡ് മാറ്ററിൽ നിന്നും എന്ത് ചെയ്യാണ്? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. ആർ യു ഫെമിലിയർ വിത്ത് ഫംഗി? ഫംഗി ഗ്രോ. എങ്ങനെയാണ് ഈ ഫംഗസ് വളരുന്നത് എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫംഗസ് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെഡ് എന്നൊക്കെയാണത് വളരുക അല്ലേ. സോക്ക് എ പീസ് ഓഫ് ബ്രെഡ് ഇൻ വാട്ടർ ആൻഡ് കീപ്പ് ഇറ്റ് അസൈഡ്. നമ്മളൊരു ബ്രെഡ് നനച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പുറത്ത് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ പൂപ്പലുണ്ടാവും. പൂപ്പൽ എന്ന് പറഞ്ഞാൽ ഫംഗി ഉണ്ടാവും. ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ്. ആഫ്റ്റർ 2 days ഇൻ യുവർ സയൻസ് ഡയറി ഡ്രോ ഇതാ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഉണ്ടാവുക. ബ്രെഡ് മോൾഡ് കാണുന്നുണ്ടല്ലോ അവിടെ. ഫംഗി ഗ്രോയിങ് ഓൺ ബ്രെഡ്, പിക്കിൾ, ഇറ്റിസി. എന്ത് ചെയ്യും? ഫംഗസ് ബ്രെഡ് പോലുള്ള വസ്തുക്കളിൽ ഒക്കെ എന്ത് ചെയ്യും? അങ്ങനെ ഫുഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കേക്കിലും അതുപോലെ ബ്രെഡിലൊക്കെ ഇതുപോലെ ഫംഗസ് ഉണ്ടാവാറുണ്ട്. ആ സാപ്രോഫൈറ്റ്സ്. ഫംഗി ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. ഈ ഫംഗസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പ് പെട്ടതല്ല. ഒരു പ്ലാന്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ. മഷ്റൂംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂനുകൾ. മഷ്റൂം കണ്ടില്ലേ? നിങ്ങൾ ചിത്രം കണ്ടില്ലേ? മഷ്റൂം പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബർല ആർ ഫെമിലിയർ സൈറ്റ്. ദേ ആൾസോ ബിലോങ് ദ ഗ്രൂപ്പ് ഓഫ് ഫംഗസ്. ഈ മഷ്റൂം എന്ന് പറയുന്നത്, ഈ കൂനുകൾ എന്ന് പറയുന്നത് ഒരു ഫംഗസ് തന്നെയാണ്. വേർ ആർ ദ മഷ്റൂം ഫൗണ്ട്? എവിടെയാണ് ഈ മഷ്റൂം ഉണ്ടാവുക, കൂനുകൾ ഉണ്ടാവുക? മണ്ണിൽ ഉണ്ടാവാറുണ്ട്. മണ്ണിനേക്കാളും കൂടുതൽ ഈ മുറിഞ്ഞ് കിടക്കുന്ന മരത്തിൻ്റെ മുകളിലൊക്കെ അത് ഉണ്ടാവുക. ഡു ദേ ഡിഫർ ഇൻ കളർ, സൈസ്, ഇറ്റിസി? അങ്ങനെ ഉണ്ടാവില്ല. പല ടൈപ്പ് കൂനുകളുണ്ട്. ചിത്രശലഭം പോലെ ഭംഗിയുള്ള കൂനുകളുണ്ടാകും. ചിലത് എന്താ പറയുക, ഒരു കറുത്തിരുണ്ട കൂനുകളുണ്ടാവും, വെള്ള കൂനുകൾ, പല ടൈപ്പ് കൂനുകളുണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് ഈ സാപ്രോഫൈറ്റ് എന്നുള്ളതാണ്. സാപ്രോഫൈറ്റ്സ് ആർ പ്ലാന്റ്സ് ഗ്രോ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് മാറ്റർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. ഇതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. മഷ്റൂംസ്, ബ്രെഡ് മോൾഡ്, നിയോറ്റിയ, മോണോട്രോഫ, ഇതൊക്കെ മഷ്റൂംസിന് എക്സാമ്പിളാണ്. അതൊക്കെ എഴുതണം കേട്ടോ നോട്ടിൽ. ലെറ്റ് സപ്പോർട്ട് മേക്ക് പാൻഡൽസ്. വിസിറ്റ് വെജിറ്റബിൾ ഗാർഡൻ. വട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഫൗണ്ട് ദർ? നമുക്കറിയാം, നമ്മളൊരു പച്ചക്കറി തോട്ടം പോയി നോക്കിയാൽ ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സ് അവിടെ ഉണ്ടാവും. വിച്ച് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് സപ്പോർട്ട് ടു ക്ലൈംബ് അപ്പ്? അതിന്
മുകളിലേക്ക് വളരാൻ സഹായിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ അതിനുണ്ടാവുക നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? Which are the plants that spread and grow on ground? Write on your observation in science diary. അതിൽ നമ്മൾ ചില പ്ലാന്റ്സുകൾ ടെൻഡ്രിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, ചില വള്ളികൾ എടുത്ത് നോക്കിയാൽ അതിൽ കാണാം, ചിത്രത്തിൽ കാണുന്നത് പോലെ സ്പ്രിങ് പോലെ ചുരുണ്ട് കിടക്കുന്ന പാർട്ടുണ്ടാവും. സ്പ്രിങ് ലൈക്ക് പാർട്ട് ഇൻ ആഷ് ഗ്രൗണ്ട് വൈനിലൊക്കെ ഉണ്ടാവും. അതായത് മത്തം വള്ളിയിലും അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ വള്ളിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്പ്രിങ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ചിത്രത്തിൽ കാണുന്ന പോലെ. ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡ്രിൽസ് എന്ന് വിളിക്കാറുണ്ട്. ആ ഭാഗത്തിന് എന്താ വിളിക്കുക? സ്പ്രിങ് പോലുള്ള ഭാഗത്തിന് എന്താ വിളിക്കുക? ടെൻഡ്രിൽസ്. ഇത് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആ വള്ളിമേലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന സാധനമാണ് ടെൻഡ്രിൽ. സ്പ്രിങ് ലൈക്ക് പാർട്സ് ഇൻ എ പ്ലാന്റ്സ്, അത് ഈസ് കോൾഡ് ടെൻഡ്രിൽസ്. ഓക്കെ, ഇവിടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ. നമ്മൾ പെപ്പർ വൈന്, കുരുമുളകിൻ്റെ വള്ളി, സ്നേക്ക് ഗ്രൗണ്ട്, ബിറ്റർ ഗോഡ്, ഗ്ലോറിയോസ. സെർച്ച് ഫോർ സിമിലർ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്. അങ്ങനെ ഒരുപാട് വള്ളിച്ചെടികൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വള്ളിച്ചെടികളാണ് അല്ലേ. ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെമ്മഡ് പ്ലാന്റ്സ്. ക്ലൈംബേഴ്സ് വള്ളികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയുകയാണ്. ക്ലൈംബേഴ്സ് എന്ന വള്ളികൾ. ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെമ്മഡ് പ്ലാന്റ്സ്. ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്ന ആകെ ഒടിഞ്ഞ് തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന സാധനമായിരിക്കും ഉണ്ടാവുക. ദേ ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്പ്രിങ് ലൈക്ക് പാർട്സ് ഈസ് കോൾഡ് ടെൻഡ്രിൽസ്. ഈ ക്ലൈംബേഴ്സ് വള്ളികൾ മറ്റു പ്ലാന്റ്സിൻ്റെ മുകളിൽ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് സ്പ്രിങ് പോലെയുള്ള ഭാഗം ഉണ്ടാവും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെൻഡ്രിൽസ് എന്ന് വിളിക്കാറുണ്ട്. ടെൻഡ്രിൽസ്. സം പ്ലാന്റ്സ് ഹാവ് ക്ലൈനിങ് റൂട്ട്സ് ഫോർ ദിസ് പർപ്പസ്. നമ്മളെ കുരുമുളകിൻ്റെ വള്ളി, അതല്ലെങ്കിൽ ഇത്തിൽ കണ്ണി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വളരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ റൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ റൂട്ടുകളുണ്ടാവും. ആ റൂട്ട് കൊണ്ട് പറ്റി പിടിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. പെപ്പർ, കുരുമുളക്, ബിറ്റർ ഗൗഡ് ആൻഡ് സ്നേക്ക് ഗ്രൗഡ് ആർ എക്സാമ്പിൾസ്. ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയുള്ള 2 ടൈപ്പ് ക്ലൈംബേഴ്സ് ഉണ്ട്. ഒന്ന് ടെൻഡ്രിൽസ് ഉള്ള സാധനങ്ങൾ, രണ്ടാമത്തേത് ഏതാണ്? എന്തെല്ലാമാണ്? റൂട്ട്സ് കൊണ്ട് പറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ ടെൻഡ്രിൽസും റൂട്ടും ഉപയോഗിക്കാറുണ്ട്. ചില പ്ലാന്റ്സിൽ റൂട്ട് ഉണ്ടാവും, ചില ക്ലൈംബേഴ്സിൽ എന്തുണ്ടാവും? ടെൻഡ്രിൽസ് ഉണ്ടാവും. ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികൾ കേട്ടോ. ഈ ബോക്സിലുള്ള കാര്യങ്ങൾ നോട്ടിൽ അതുപോലെ തന്നെ എഴുതണം. ഓക്കെ, ഇനി ഓക്കെ, അടുത്തൊരു സാധനത്തിനെ കുറിച്ച് പറയുകയാണ്. ഹൈഡ്രോകോട്ടിൽ, സ്ട്രോബെറി, സ്വീറ്റ് പൊട്ടറ്റോ. ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഹൈഡ്രോകോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മണ്ണിലിങ്ങനെ കാട് പോലെ വളർന്ന് കിടക്കുന്ന വള്ളികൾ. സ്വീറ്റ് പൊട്ടറ്റോ, ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ടാവും അല്ലേ, മണ്ണിൽ വളരുന്ന വള്ളികളാണ്. ക്രീംബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ക്രീംബിങ് ഓൺ ദ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീംബേഴ്സ്. ക്രീംബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ വളരുന്ന വള്ളികൾ. ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ കൂടെ പടർന്നു കയറുന്ന വള്ളിച്ചെടികളാണ്. ഇതെങ്ങനെയാണ്? മണ്ണിൽ നടന്നുകാണ്ട് വളരുന്ന വള്ളിച്ചെടികളുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് സ്ട്രോബെറി, സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോകോട്ടിൽ തുടങ്ങിയൊക്കെ. ദ പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് ടെൻഡ്രിൽസ് ഓർ ക്ലൈനിങ് റൂട്ട്സ്. ഇതിനെന്തിൻ്റെ ആവശ്യമില്ല? ക്ലൈനിങ് റൂട്ട്സ് ഉണ്ടാവില്ല, ടെൻഡ്രിൽസ് ഒന്നും ഉണ്ടാവില്ല. ആർക്ക്? ക്രീംബേഴ്സിന്. മണ്ണിലിങ്ങനെ വളർന്നു പോയതിനാ ഇതൊക്കെ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഡൈവേഴ്സിറ്റി ഇൻ റൂട്ട്സ്. റൂട്ടിലെ ഡൈവേഴ്സിറ്റിയാണ്. നോക്കുക, നിങ്ങൾ 2 ചെടികളെ പിക്ചർ ഉണ്ട്. ബനിയൻ ട്രീ, ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ വേരുകൾ നല്ല രസമാണ് അല്ലേ. കണ്ടോ നിങ്ങൾ? ആൽമരം ഒരുപാട് വേരുകളുണ്ട്. സ്ക്രൂ പൈൻ്റെ വേരുകളും ഇങ്ങനെ മണ്ണിലേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഡു യു നോട്ടീസ് ദ റൂട്ട്സ് ഗ്രോയിങ് ഡൗൺവേർഡ് ഫ്രം ദ ബ്രാഞ്ചസ് ആൻഡ് സ്റ്റെം. അതിൻ്റെ വേര് വളർന്നിരിക്കുന്ന ഓരോ ആൽമരമൊക്കെ ആണെങ്കിൽ ഓരോ ബ്രാഞ്ചിൽ നിന്നും വേരുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ വേരുകൾ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കണം. ഹൗ ദ റൂട്ട്സ് യൂസ്ഫുൾ ടു പ്ലാന്റ്സ്. ഈ റൂട്ടുകളെ കൊണ്ട് ആൽമരത്തിനൊക്കെ ഉള്ള ഗുണം എന്താണെന്നറിയോ? ആ റൂട്ടുകളെ, ആ ബ്രാഞ്ചുകളെ താങ്ങി നിർത്തുന്നുണ്ട്. ആണ് പ്രോപ്പ് റൂട്ട് ആൻഡ് സെറ്റിൽഡ് റൂട്ട്. പ്രോപ്പ് റൂട്ടും സെറ്റിൽഡ് റൂട്ടും എന്താണ് എന്നുള്ളതാണ്, അതും കൂടി നമ്മൾ നോക്കാം കേട്ടോ. റൂട്ട്സ് ആർ യൂസ്ഡ് നോട്ട് ഓൺലി അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ബട്ട് ആൾസോ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. ആൽമരത്തിലൊക്കെ അത് നമ്മൾ കണ്ടത്, ആ മരത്തിന് എന്ത് ചെയ്യാണ്? സപ്പോർട്ട് കൊടുക്കുകയാണ്. പ്രോപ്പ് റൂട്ട് ആൻഡ് സ്റ്റിൽഡ് റൂട്ട് ആർ റൂട്ട്സ് സീൻ എബോവ് ദ സോയിൽ ടു സപ്പോർട്ട് ദ പ്ലാന്റ്സ്.
അപ്പോൾ പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും എന്തിനുള്ളതാണ്? പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. മിനറൽസ് വലിച്ചെടുക്കാൻ മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും കൂടി ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൂട്ട്സ് സീൻ ഇൻ ബനിയൻ ട്രീ ആർ പ്രോപ്പ് റൂട്ട്സ്. ആൽമരത്തിൻ്റെ ഓരോ ബ്രാഞ്ചുകളിൽ നിന്ന് വളരുന്ന റൂട്ടുണ്ടല്ലോ, ആ ബനിയൻ ട്രീയിൽ കാണുന്ന, ആൽമരത്തിൽ കാണുന്ന റൂട്ടൊക്കെ ഏതാണ്? പ്രോപ്പ് റൂട്ടാണ്. ദിസ് റൂട്ട് ഗ്രോ ഡൗൺവേർഡ് ഫ്രം ഏരിയൽ ബ്രാഞ്ചസ്. ബട്ട് ലുക്ക് അറ്റ് ദ റൂട്ട് ഇൻ സ്ക്രൂ പൈൻ. സ്ക്രൂ പൈനിൽ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഫ്രം ദ സ്റ്റെം ദാറ്റ് റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്. ദിസ് റൂട്ട് ആർ കോൾഡ് സ്റ്റിൽറ്റ് റൂട്ട്. സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൽ വളരുന്ന റൂട്ടാണ്. അത് ആർക്കുണ്ടാവും? സ്ക്രൂ പൈനുണ്ടാവും. പക്ഷേ ബനിയൻ ട്രീക്ക്, ആൽമരത്തിനുണ്ടാവില്ല. എങ്ങനെയാണ്? പ്രോപ്പ് റൂട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണ്? സ്റ്റിൽറ്റ് റൂട്ടും പ്രോപ്പ് റൂട്ടും എന്താണെന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ദേ ആർ മോർ ഡൈവേഴ്സിറ്റി എമംഗ് ദ റൂട്ട്സ്. റെഡ് ദ ഫോളോയിങ് നോട്ട്സ് ഓൺ മാംഗ്രോവ്സ്. അപ്പോൾ ഇതും കൂടി നോക്കണോ? മാംഗ്രോവ് ഇതും കൂടി നോക്കാം അല്ലേ. മാംഗ്രോവ്സ് ആർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മാഷി ഏരിയാസ്. ചതുപ്പ് നിലയങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ദ ടിപ്പ് ഓഫ് ദെയർ റൂട്ട് ഗ്രോ ടുവേർഡ് ദ അറ്റ്മോസ്ഫിയർ. കണ്ടോ നിങ്ങൾ? ആ വേര്, വെള്ളത്തിലെ വേരുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി കിടക്കുന്നത് കണ്ടില്ലേ? ദ അറ്റ്മോസ്ഫിയർ. ദ റൂട്ട് ദാറ്റ് ഹെൽപ്പ് ഇൻ ഗ്യാസസ് എക്സ്ചേഞ്ച്. അതിൻ്റെ റൂട്ട് എന്ത് ചെയ്യും? ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കും. സാധാരണ ലീഫാണ് സഹായിക്കുക, ഇവിടെ ആരും കൂടി സഹായിക്കും? റൂട്ടും കൂടി. ആർ കോൾഡ് ന്യൂമാറ്റോട്രോപ്സ്. അങ്ങനെയുള്ള റൂട്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റോട്രോപ്സ്. ന്യൂമാറ്റോട്രോപ്സ് ഇൻ മാംഗ്രോവ്സ്. എൻ്റെ ഫോട്ടോ അവിടെ കാണുന്നുണ്ട്, മാംഗ്രോവ്സിലെ ന്യൂമാറ്റോട്രോപ്സ്. കളക്ട് മോർ ഡീറ്റെയിൽസ് പിക്ചർ ഓഫ് ദ മാംഗ്രോവ്സ്. അപ്പോൾ ഈ പാരഗ്രാഫും കൂടി നോട്ടിൽ എഴുതാം കേട്ടോ. ന്യൂമാറ്റോട്രോപ്സ് ഇൻ മാംഗ്രോവ്സ് ഹെൽപ്പ് ടു ഗ്യാസസ് എക്സ്ചേഞ്ച്. അതും കൂടി നോട്ടിൽ എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ അപ്പോൾ മക്കളെ? അപ്പോൾ ഇന്ന് ഇത്ര മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.